ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞപ്പോൾ ഈ ട്രോമ കാരണം ഞാൻ ഈ രണ്ടാമത്തെ പ്രസവിക്കണോ എന്ന് ആലോചിച്ചു. പക്ഷേ സെക്കൻഡ് പ്രസവം കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലി ഇനി ഒരു 3-4 എണ്ണം കൂടി ആവാം. സോ ഞങ്ങൾ പിന്നെയും തിരിച്ചു വന്നിരിക്കുന്നു. ഡെലിവറിക്ക് കഴിഞ്ഞ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ശക്തിയോടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറച്ച് തിരക്കുമ്പോൾ നമുക്കറിയാലോ, കുറേ പേരെന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസ് ഇടാത്ത, എന്ത് പറ്റി പിള്ളേരൊക്കെ. ഞങ്ങള് പ്രസവം കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ 2-3 ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തപ്പോൾ അവര് പറഞ്ഞു എന്ത് തുടങ്ങാത്ത, അങ്ങനെ എടുത്ത് ചോദിച്ചു നിന്ന് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ. പിന്നെ ഇത്ര ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചും കുറെ ആൾക്കാർ ഇടയ്ക്ക് ചോദിക്കാൻ തുടങ്ങി എന്താ നിങ്ങളൊന്നും വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്ത, കാണാറൊന്നുമില്ലല്ലോ. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാവോ കുറെ ആൾക്കാർ ഞങ്ങളുടെ വീഡിയോ കാണാറൊക്കെ ഉണ്ടല്ലേ. ബ്രേക്ക് എടുത്തൊന്നും തിരിച്ചു വരേണ്ട പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാരെ റെസ്പോൺസ് അത് കൂടെ നിൽക്കുന്ന ആൾക്കാരും ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പറയുന്നു വെച്ചിട്ട് ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ കൂടി ഞങ്ങൾ വിചാരിച്ചു ലാസ്റ്റ് ശരി നമുക്ക് എന്നാ തുടങ്ങാം, ഒരു വീഡിയോ എങ്കിലും നമുക്ക് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാം, എന്നാലും നമുക്ക് ആ പഴയ ഫ്ലോയിലേക്ക് ഒന്ന് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചു വരവിനെ പ്രമാണിച്ച് നമ്മൾ എന്തായാലും പ്രസവിക്കാനാണല്ലോ പോയത്. പ്രസവത്തിന്റെ വീഡിയോ എന്ന് വെച്ചിട്ട് ഞാൻ മുകളിലിട്ട് പ്രസവിക്കുന്നത് അതൊന്നല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. 2 ഡെലിവറിയും 2 ഹോസ്പിറ്റലിലായിരുന്നു, 2 ഡിഫറെന്റ് ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ഡെലിവറി എക്സ്പീരിയൻസ്, അതായത് ആദ്യത്തെ പ്രസവം പിന്നെ സെക്കൻഡ് പ്രസവം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാ അതിന്റെ ഡിഫറൻസ്, എങ്ങനെയാ നമ്മുടെ ഡോക്ടർമാരുടെ രീതി എങ്ങനെയാ, പിന്നെ ഒരു 4 കൊല്ലം മറയുമ്പോഴുള്ള ഡിഫറൻസ് എന്തൊക്കെയാ വരുന്നത്, പിന്നെ പുതിയ ഹോസ്പിറ്റൽസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും അതിനനുസരിച്ചുള്ള എന്നിട്ട് ഫീച്ചേഴ്സ് എന്നല്ലല്ലോ പറയാൻ ഫെസിലിറ്റീസ് ഒക്കെ എന്തോരം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഇന്റൻഷൻ ഇപ്പോൾ ആദ്യത്തെ കൊച്ച് ഉണ്ടായിട്ട് സെക്കൻഡ് കൊച്ച് വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമുക്ക് കുറെ ഫിസിക്കലി മെന്റലി നമ്മൾ കുറെ സ്ട്രെയിൻ ചെയ്യുന്ന ടൈമാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ, ഇനിയും 2ാമത്തെ കൊച്ചോ 3ാമത്തെ കൊച്ചോ എന്താ പ്ലാൻ ചെയ്യാൻ അത് അവർക്ക് നടക്കട്ടെ എന്നുള്ള ഇത് വേണ്ടിയിട്ടാണ് പ്രാർത്ഥനയും എല്ലാം. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി 2020-ലായിരുന്നു. അത് തൃശ്ശൂർ തന്നെ ഓൾറെഡി മദർ ഹോസ്പിറ്റലായിരുന്നു. സെക്കൻഡ് ഡെലിവറി തൃശ്ശൂർ തന്നെ സൈമർ ഹോസ്പിറ്റല്. അത് വന്നിട്ട് 1 year ഒക്കെ ആയിട്ടുണ്ടാവും, 1.5 year ഹോസ്പിറ്റലിൽ വന്നിട്ട് സൈമർ ഹോസ്പിറ്റലായിരുന്നു. അവിടെയാണ് സെക്കൻഡ് ഡെലിവറി 2024-ല്. സോ 4 കൊല്ലത്തിന്റെ ഡിഫറൻസ് എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കായാലും ഫസ്റ്റ് ഡെലിവറി ഒന്നും അറിയാത്തൊരു സംഭവമായിരുന്നു. എന്താ എവിടുന്നാ പെയിൻ വരാ, എല്ലാരും പറയും ഭയങ്കര വേദനയായിരിക്കും, എവിടുന്ന് വരെ ഈ വേദന, അങ്ങനെയൊക്കെ ആയിരുന്നു. സെക്കൻഡ് ഡെലിവറി നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആണ് സെക്കൻഡ് ഡെലിവറിക്ക് നമുക്ക് എല്ലാ. ഇതിലിപ്പോ സെക്കൻഡ് ഡെലിവറി പറയുമ്പോൾ നിന്റെ മനസ്സിൽ ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഡെലിവറി ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അത് ഇതന്നെ റിപ്പീറ്റ് ആവാൻ പോകുന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു പോയത്. അതെ, അങ്ങനെ തന്നെയാണ് പോയത്. അപ്പൊ ഫസ്റ്റ് ഡെലിവറി എനിക്ക് ഭയങ്കര ഒരു സത്യം പറഞ്ഞ ഒരു ട്രോമ പോലെയായിരുന്നു. പിന്നെ കൊച്ചുങ്ങൾ വേണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് സെക്കൻഡിന് ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ഓക്കെ ഇനി അടുത്തത്. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതിന്റെ അല്ലെങ്കിൽ ആ ട്രോമയിൽ നമുക്കൊന്ന് തിരിച്ചു വരണല്ലോ. ഫസ്റ്റ് ഡെലിവറി ഞാൻ പറഞ്ഞ പോലെ കൊറോണ ടൈം ആയിരുന്നു. അപ്പൊ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അതായത് ഇപ്പോൾ 2 പേര് ബൈസ്റ്റാൻഡേഴ്സ് പാടുള്ളൂ, ഒരുപാട് ആൾക്കാർ പാടില്ല. അപ്പൊ ഡോക്ടറെ കാണാൻ പോയാലും ഞാൻ മാത്രമാണ് വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു ഡോക്ടറെ അടുത്തേക്കൊക്കെ. അപ്പോൾ എനിക്ക് ആ പ്രായത്തിലുള്ള ഒരു സമയം അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ എല്ലാം എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തത്. ഇപ്പം 2ാമത്തെ നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ ഈ കൊച്ചുങ്ങൾ ഇങ്ങനെയൊക്കെ നോക്കാം, ആ ടൈമിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ചെറിയൊരു അറിവും കാര്യങ്ങളൊക്കെ. പിന്നെ സെക്കൻഡ് ഡെലിവറി ആയപ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ചേട്ടൻ ഈ ഡെലിവറിയിൽ എൻ്റെ കൂടെ ഉണ്ടാവണം. അത് മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ാമത്തെ ഡെലിവറി ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ സമയത്ത് ചേട്ടൻ എനിക്ക് പേടിയാവുണ്ട് ചെറുതായിട്ട് പ്രസവിക്കുക. അതൊക്കെ സിമ്പിൾ അല്ലടി, ഇതൊക്കെ പെട്ടെന്ന് വരും. അങ്ങനെ ഡയലോഗിൽ എനിക്ക് തോന്നി ഓക്കെ ചേട്ടൻ എന്തായാലും വരണം, ആളും ഒന്ന് കാണട്ടെ. അതെ, ഒരു വെറൈറ്റി അനുഭവങ്ങളാവട്ടെ, ആണുങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് അറിയണ്ടേ. എല്ലാവരും പ്രസവം കാണാൻ പറ്റില്ല, സ്വന്തം ഭാര്യയുടെ പ്രസവമല്ലേ ലൈവായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതോടും കൂടിയാണ് ഞാൻ ചേട്ടൻ എന്തായാലും കാണണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ നോക്കിയത്. അങ്ങനെയാണ് ഞങ്ങൾ സൈമർ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നതും അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ
ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ ലേബർ റൂമിൽ പോയിട്ട് എല്ലാവരും കൂടെ പ്രസവിക്കുന്നു. ഈ ഡെലിവറി നമ്മൾ സ്യൂട്ട് റൂമൊക്കെ എടുത്ത് ഞാനും ചേട്ടനും ഡോക്ടറും സ്റ്റാഫുമാരൊക്കെ ആയിട്ട് പ്രസവിക്കുന്നു. അങ്ങനെ ഒരു വലിയ വ്യത്യാസമാണ് 2 ഡെലിവറിക്ക് ഉണ്ടായിരുന്നത്. അതും നമ്മുടെ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഡെലിവറി ടൈമിലുള്ള ഒരു ആളുടെ ഫീലിങ്ങിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന 2 പോർഷനാണ്. നമ്മൾക്ക് ആരും അറിയാത്ത ആൾക്കാരെ കൂടെ കിടന്ന് പ്രസവിക്കുന്നതും നമുക്ക് ഭയങ്കരമായിട്ട് അറിയുന്ന ആളുടെ അടുത്ത് പ്രസവിക്കുന്നതും രണ്ടും നല്ല ക്ലാരിറ്റി കൊണ്ടുവരും. ആരും അറിയാത്ത ആൾക്ക് എന്താ ഉദ്ദേശം? ആരും അറിയാത്ത ആൾക്ക് വെച്ചാൽ അവിടെ നമുക്ക് ഡോക്ടേഴ്സിനെ ജസ്റ്റ് മന്ത്ലി വിസിറ്റ് ചെയ്യുന്ന ഒരു പരിചയം മാത്രമേ ഉള്ളൂ. സ്റ്റാഫിനെ ആരും നമ്മൾ അറിയില്ല. ലേബർ റൂമിൽ ഡിഫറെന്റ് സ്റ്റാഫ്സ് ആയിരിക്കും, നമുക്ക് ഒട്ടും അറിയാത്ത ആൾക്കാരായിരിക്കും. ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് പറയാം. ലൈക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ അടുത്ത ആളുണ്ട്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ നമ്മുടെ അടുത്തുണ്ട്. ഒന്നുമില്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം, അങ്ങനെ ഒരാള് കൂടി ഉണ്ട്. അത് ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസവിക്കുന്നവർക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് പുറത്തുനിന്ന് ആൾക്കാർ കേട്ടിട്ടുണ്ടായിരുന്നില്ല. നഴ്സും അവർ ഡോക്ടേഴ്സും അവർ മാത്രം ഉണ്ടായിരുന്നു. അവര് മാത്രം തൊട്ടപ്പുറത്ത് നമ്മുടെ ബെഡിൽ ഇതേപോലെ വേദന എടുത്ത് ബഹളം വെക്കുന്ന ആൾക്കാർ അപ്പുറത്ത് കിടക്കുന്നത്. സ്യൂട്ട് റൂമിൽ നമ്മൾ മാത്രമുള്ള പഴയ ഹോസ്പിറ്റലിൽ സ്യൂട്ട് റൂം ഇല്ലാന്ന് പറഞ്ഞു. സ്യൂട്ട് റൂം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഹസ്ബൻഡിനൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. പക്ഷെ കൊറോണ ടൈം ആയതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഡെലിവറി ടൈമിക്കൊന്നും ആരും കേട്ടുന്നുണ്ടായിരുന്നില്ല. എന്നെ കയറ്റാൻ വേണ്ടിട്ടായിരുന്നു സെക്കൻഡ് ഹോസ്പിറ്റൽ ചൂസ് ചെയ്തത്. പിന്നെ സ്യൂട്ട് റൂം ഉണ്ട്, സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കെയർ കിട്ടുന്ന അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലാണ്. അതായത് മറ്റ് ലേബർ റൂമില് ഈ സ്റ്റാഫുമാർ എല്ലാ പേഷ്യൻസിനും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കുറച്ച് ടൈം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൂ. സ്യൂട്ട് റൂമിലാണെങ്കിൽ ഈ സ്റ്റാഫ് നമ്മളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ച് ഇപ്പോൾ നമ്മളിങ്ങനെ പാമ്പർ ചെയ്ത് പ്രസവിപ്പിക്കാന്ന് അങ്ങനത്തെ ഒരു പ്രസവമായിരുന്നു സെക്കൻഡ് പ്രസവം. നമ്മൾ കൊഞ്ചിച്ച് പ്രസവിപ്പിക്കാന്നൊക്കെ പറയാം, അങ്ങനെ തന്നെ പറയാം. ശരിക്കും ഡോക്ടറൊക്കെ അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. അതായിരുന്നു ഹോസ്പിറ്റലിന്റെ 2 ഡിഫറൻസ്. അപ്പോൾ നന്നായി എന്താ പറയുക, നല്ല സമാധാനത്തിൽ പ്രസവിക്കുന്നുള്ളവർ ഇങ്ങനത്തെ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കും. പിന്നെ ഈ സൈമർ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ വുമൺ ആൻഡ് ചൈൽഡ് കെയർ സ്പെഷ്യലൈസേഷൻ ആണ് ഇവിടെ ഉള്ളത്. സോ അവിടെ ഒരുപാട് രോഗികൾ, ഒരുപാട് പല അസുഖങ്ങളുള്ള ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. സോ ഒരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു സമാധാന ഫീലിംഗ് ആണ്. മദർ ഹോസ്പിറ്റൽ അങ്ങനെയല്ല, അതൊരു എന്താ പറയുക, കോമൺ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. പിന്നെ എല്ലാ ടൈപ്പ് രോഗങ്ങൾക്കുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും. എപ്പോഴും അവിടെ റഷ് ഫീൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മളൊരു ചെറിയ ഇൻട്രോ ഒന്നുമില്ല, എങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ എടുക്കുമ്പോൾ, അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എടുക്കുമ്പോൾ ഒരു സ്യൂട്ട് റൂം സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഒരുപാട് കാശായിരിക്കുമോ, നമുക്കത് അഫോർഡ് ചെയ്യാൻ എനിക്ക് ആ ഫീലിംഗ് ഉണ്ടായിരുന്നിട്ടാ. ഇവള് വലിയ പറഞ്ഞു, ഇല്ല എനിക്ക് മദർ വേണ്ട, ഈ പ്രാവശ്യം നമുക്ക് പുതിയ ഹോസ്പിറ്റൽ ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞു എന്തിനത്, മദർ അവരെല്ലാം നമുക്ക് അറിയുന്ന പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആ സമയത്ത് അറിയുന്ന ഫ്രണ്ട്സും എല്ലാവരും മദർ ഹോസ്പിറ്റലിൽ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സെക്കൻഡ് അതന്നെ മതിയല്ലോ. പക്ഷെ ഇവള് ഇത്തിരി പിടിവാശിലായിരുന്നു വേറെ ഹോസ്പിറ്റൽ ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവസാനം ഞാൻ സമ്മതിച്ചു. നമ്മൾ വിളിക്കുകയും ചെയ്തില്ലേ, നമ്മൾ വിളിച്ചു ചോദിച്ചു. എനിക്ക് മെയിൻ ആയിട്ട് അറിയുന്നത് പൈസ എത്രയാ, റേറ്റ് എങ്ങനെയാ, എന്താ വ്യത്യാസം ഉണ്ടെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഇല്ല, റേറ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സ്യൂട്ട് റൂം എടുത്തിട്ട് പോലും അത്ര റേറ്റ് ആയിരിക്കും. മേ ബി റേറ്റ് ചേഞ്ച് ആവായിരിക്കാം. അതിപ്പോ സ്റ്റാർട്ടിങ് ആയത്. അതെ, ഞങ്ങള് നമ്മുടെ നവംബർ സമയത്തായിരുന്നു ഡെലിവറി. അപ്പോൾ ആ സമയത്ത് ഞാൻ റേറ്റ് വേറെ ഹോസ്പിറ്റലിൽ കമ്പയർ ചെയ്യുമ്പോൾ സെയിം റേറ്റ് തന്നെയാണ്. സാധാരണ ഇപ്പൊ മദറിന്റെ റേറ്റ് തന്നെ ആയുള്ളൂ നമുക്ക് ഇവിടെ ഡെലിവറി കഴിഞ്ഞപ്പോഴും. സൂട്ട് എടുത്തിട്ടും നമുക്ക് അത്ര റേറ്റ് തന്നെ ആയിട്ടുള്ളൂ. നോർമൽ ഡെലിവറി ആയിരുന്നു രണ്ടും. ഇവള് പറഞ്ഞ പോലെ പ്രോബ്ലി ഈ ഹോസ്പിറ്റലിൽ ഫെയിം ഒക്കെ കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടാവും. പക്ഷെ ഈ ഹോസ്പിറ്റൽ റേറ്റ് മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, കുറെ വേറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നമ്മൾ പതുക്കെ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നതായിരിക്കും. അപ്പൊ അതാണ് ഹോസ്പിറ്റലുള്ള ഡിഫറൻസ്. ഒരെണ്ണം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലായിരുന്നു, ഒരെണ്ണം മദർ കോമൺ ഒരു ഹോസ്പിറ്റലായിരുന്നു. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ സ്റ്റാഫിൻ്റെ പ്രത്യേകതകളാണ്. അതായത് മദറിലത്തെയും ഇവിടത്തെയും സ്റ്റാഫ്. ഞാനൊരാളെയും ഇങ്ങനെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെ ഡിഗ്രേഡ് ചെയ്ത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാൻ ചിലപ്പോൾ എനിക്ക് ആ ടൈമിലുണ്ടായിരുന്ന മൂഡ് സ്വിങ്സോട് തോന്നിയ കാര്യങ്ങളായിരിക്കാം. പക്ഷേ എനിവേ എനിക്ക് എൻ്റെ ഒരു പ്രഗ്നൻസി ജേണിയിൽ 2 പ്രഗ്നൻസിയും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ചില ഓഡിയൻസിനൊക്കെ ചിലപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും മദർ ഹോസ്പിറ്റലിൽ. ചിലപ്പോൾ അവർക്ക് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആവും, അവർക്ക് നല്ല കെയറും കാര്യങ്ങളൊക്കെ കിട്ടണം. പക്ഷെ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മദറിലായിരുന്നു വെച്ചാൽ നമ്മൾ ഡെലിവറിക്ക് കയറുന്നു, ലേബർ റൂമിൽ കയറി കഴിഞ്ഞിട്ട് കെയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെയിൻ്റെ മരുന്ന് ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കയറുന്നത്. കയറിയിട്ട്
ഇടയ്ക്ക് വന്ന് നോക്കും. എല്ലാ നഴ്സുമാരും അങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പം നമ്മളാണെങ്കിൽ കുറേ പേര് പ്രസവിക്കാൻ വേണ്ടി ഈ ബെഡുകളിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടാവും. ചിലവർക്ക് ഒരുപാട് കിടന്ന് ഓളിടുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു കസിൻ പറഞ്ഞു നന്നായി ഓളിട്ടോ, എന്നാലും നഴ്സ് വന്ന് നോക്കുള്ളൂ എന്ന് പറഞ്ഞു. അതെ, അപ്പം ഞാൻ നോക്കൂ അങ്ങനെ ഓളിട്ടാലല്ലേ വരില്ല. അപ്പം ഞാനും ഓളിട്ടു. അപ്പോൾ എന്തേലും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേദന ഉണ്ട്, ചെറിയൊരു വേദന ഉണ്ട്. ഇതൊന്നും വേദനയില്ല, വേദനക്ക് വരട്ടെ, നല്ല വേദന വരട്ടെ, ഇതൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പോൾ ഈ വേദന ഇനിയും വരട്ടെ. നമുക്ക് ഫസ്റ്റ് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് എന്താണ് വേദന അറിയില്ല. അപ്പോൾ ഇതൊന്നും വേദനയായിട്ടില്ല, വരട്ടെ വേദന വരട്ടെ. അപ്പോൾ അപ്പുറത്ത് വേറൊരാൾ ഓളിടുന്നു, ഇപ്പുറത്ത് അപ്പം ഞാനും അയ്യോ എല്ലാവരും ഓളിടുന്നു, ഞാൻ മാത്രം ഓളിടുന്നു. അപ്പോൾ എനിക്ക് വേദന വരുന്നില്ല. പിന്നെ ലാസ്റ്റ് നല്ല പെയിനായി തുടങ്ങിയപ്പോൾ നമ്മൾ ഓളിടുമ്പോൾ അവർ കെയർ ചെയ്യാത്ത പോലെ, ലൈക്ക് ഇത് കുറെ കണ്ടിട്ടുള്ളത് ഇതൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു മൈൻഡിലുള്ള സംസാരവും അങ്ങനത്തെ മൈൻഡിലുള്ള ഒരു പെരുമാറ്റങ്ങളൊക്കെ ആയിരുന്നു. അവരും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവര് ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നില്ല, അവര് കുറെ കണ്ടിട്ടുള്ളതായിരിക്കും. നമുക്കിത് ആദ്യത്തെയാണല്ലോ. അപ്പൊ നമ്മുടെ ഇതിൽ അയ്യോ എന്നാരും നോക്കുന്നില്ല, കൊച്ച് പുറത്തേക്ക് വരുമോ, കൊച്ച് വീഴോ, അങ്ങനത്തെയൊക്കെയാണ് നമ്മള്. അയ്യോ പെയിൻ വന്നു, ഇനിയിപ്പോ എന്താ ഉണ്ടാവുക, നമ്മൾ മരിക്കാൻ പോവാണോ? കാരണം അതുപോലത്തെ ഒരു പെയിൻ ആണല്ലോ പ്രഗ്നൻസി പെയിൻ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത് ആരും ഇല്ല, നമ്മൾ ആരെങ്കിലും കാണണം എന്ന് പറഞ്ഞാലും അതിനൊന്നും അലവ് ചെയ്യുന്നില്ല. ലാസ്റ്റ് എനിക്ക് പിടികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മനെ കയറ്റിയത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ ഇട്ട് കുത്തിട്ട് പുറത്തേക്ക് ഇറക്ക്, എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അമ്മനെ ഒരു പ്രാവശ്യം കയറ്റിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡെലിവറി ടൈമിൽ ഈ പറഞ്ഞ പോലെ ഡോക്ടറും നഴ്സുമാരും നമ്മൾ ആ ഒരു ടൈമിൽ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഡെലിവറി കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്താലാണ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ രാവിലെ നമ്മൾ 4 മണിക്ക് മരുന്ന് കഴിച്ച് 8 മണിയായപ്പോൾ ലേബർ റൂമിൽ കയറിയിട്ട് നമ്മൾ ഡെലിവറി കഴിഞ്ഞത് 12:45 ഡെലിവറി കഴിഞ്ഞത്. 12:41 ആണ് ഡെലിവറി കഴിഞ്ഞത്. ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ദാഹം, അത്രയും കിടന്ന ഓളിയും ബഹളമൊക്കെ ആയിട്ട് തൊണ്ടയിലൊന്നും വെള്ളമില്ല. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് സിസ്റ്റർ എനിക്ക് കുറച്ച് വെള്ളം തരുമോ? അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഇത് ഇത്ര പോരം വെള്ളം തന്നു. അപ്പോൾ ഞാൻ ഇനി വെള്ളം കുടിക്കാൻ പാടില്ല, ഡെലിവറി കഴിഞ്ഞിട്ട് ഇനി വെള്ളം കുടിക്കാണ്ട് എങ്ങനെയാണ് യൂറിൻ നമ്മൾ പാസ് ചെയ്യുക, വെള്ളം ഉണ്ടെങ്കിലല്ലേ യൂറിൻ പോകുള്ളൂ. ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട്, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഓരോ മണിക്കൂറൊക്കെ ഇടപെട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അമ്മേനെ കാണണം എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ അമ്മയുടെ അടുത്ത് ഇത്തിരി വെള്ളം കുപ്പി കൊണ്ട് വരാലോ എന്നുള്ള മൈൻഡിലാണ് പറഞ്ഞത്. അപ്പം അമ്മയും ചേട്ടനായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അവർ കൊച്ചിനെ കൊണ്ട് റൂമിലേക്ക് പോയി കൊച്ചിനെ അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അതിന് കൊച്ചിനെ ഫീഡ് ചെയ്യാൻ കൊടുന്നു. അപ്പോഴും എനിക്ക് യൂറിൻ പോകാൻ തോന്നുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ അന്വേഷിക്കുന്ന പോലും ഇല്ല നിങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും എനിക്ക് വെള്ളം വേണം ഇത് തന്നെ ഞാൻ പറയണം. അപ്പോൾ അവർ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഇത് ഇത്രയും ഒരു ഫുൾ ഗ്ലാസ്സിൽ ഇത് ഇത്രയും പോഷൻ വെള്ളം തന്നു എനിക്ക്. അത് ലാസ്റ്റ് എനിക്ക് കിടന്ന് വയ്യാണ്ടായി, എങ്ങനെയെങ്കിലും റൂമിൽ പോയാൽ മതിയെന്നായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആക്ച്വലി എനിക്ക് യൂറിൻ പാസ് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞു യൂറിൻ പാസ് ചെയ്യണം. ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നു, അവിടെ തലകറങ്ങി വീഴുന്നു. ലാസ്റ്റ് അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നീ നോർമലാണെങ്കിൽ നമുക്ക് റൂമിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് റൂമിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഞാൻ റൂമിലെത്തിയിട്ടാണ് ഞാൻ വെള്ളം ഭയങ്കരമായിട്ട് കുടിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം തന്നില്ല, നിങ്ങളെന്താ അവിടെ വെള്ളം അപ്പോൾ അവർ ചോദിച്ചില്ലല്ലോ. ലൈക്ക് ഒരു പ്രാവശ്യം അടുത്ത് പറഞ്ഞു അവിടെ പുറത്ത് പറഞ്ഞിട്ടുണ്ട് അവർ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്നു ഇവർ അറിഞ്ഞിട്ടില്ല, വെള്ളത്തിൻ്റെ കേസൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. എൻ്റെ ആ ഒരു ടൈമിലത്തെ എൻ്റെ അറിവിൽ ഡെലിവറി കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അറിവായിരുന്നത് ആ 2020. അത് നേരെ ഇപ്പുറത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രസവിക്കാൻ വേണ്ടി ഓളിടുമ്പോൾ തന്നെ ഡെലിവറി ആയിട്ട് പോലുമില്ല, അപ്പം തന്നെ ഇവർ പറയുന്നു അയ്യോ എന്തെങ്കിലും കഴിക്കുക എന്നാലാണ് ഓളിടാൻ ശക്തി ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ പ്രസവത്തിന് വെള്ളം കുടിക്കാൻ ആ ഒരു ഭയങ്കര ചേഞ്ച്. പിന്നെ ഇവിടുത്തെ കെയറിങ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മാത്രമാണ് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോൾ വേദന വരുന്നു, പിന്നെ കുട്ടിയുടെ മൂവ്മെന്റ് കണ്ടിന്യൂസ്ലി തലേദിവസം തൊട്ടില്ലേ ലൈക്ക് നമ്മള് അഡ്മിറ്റ് ആവുന്ന ആ ടൈമില് നൈറ്റ് തൊട്ട് ഇവര് ബേബിയുടെ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവര് ഇത് വന്ന് ഡിവൈസ് മോണിറ്റർ ചെയ്യുന്ന ഡിവൈസ് മൂവ്മെന്റും എല്ലാം ഹാർട്ട് ബീറ്റും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ബേബിയുടെ അവിടെ അങ്ങനെ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര സൗണ്ട്. ഞാൻ ഇടയ്ക്ക് സിസ്റ്റർ അടുത്ത് പോയി ചോദിച്ചു, സിസ്റ്റർ ഇതിന്റെ സൗണ്ട് കുറച്ചൊക്കെ പറ്റും. അത് പറ്റില്ല, ഇത് ഞങ്ങൾക്ക് ബേബിന്റെ A to Z അറിയണം, ഈ സൗണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഈ സൗണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്പെഷ്യൽ കെയറിങ്. അപ്പോൾ അവര് നമുക്ക് ഡെലിവറി ചെയ്യണതിന് മുമ്പ് നമുക്ക് ഓളിടാൻ വേണ്ടിയിട്ടാണ് വെള്ളം തരുന്നത്. നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ഊർജം കിട്ടാൻ വേണ്ടിയിട്ട് ജ്യൂസ് കഴിക്കും, ആ ഒരു പവറിന് വേണ്ടിട്ട് നമുക്ക് നീ ഫുഡ് കഴിക്കുക. ഉച്ചയായപ്പോ സമയത്ത് ഇവിടെ ഒരു 1 മണിക്കാന്ന് തോന്നുന്നില്ല, 1:05 ഇവളുടെ ഡെലിവറി ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ മോർണിംഗ് നമ്മൾ 8 മണിക്ക് കയറ്റിയിട്ട് 1:05 ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉച്ചയായപ്പോഴേക്കും നീ ഫുഡ് കഴിച്ചാൽ. അപ്പോൾ എനിക്ക് ആ ടൈമിൽ നമുക്കൊന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല, പക്ഷെ എന്നാലും ഒരു നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് കഴിപ്പിക്കായിരുന്നു. അവിടെ നമ്മൾ ചോദിച്ചിട്ടും തരാത്തൊരവസ്ഥയായിരുന്നു, ഇവിടെ നിർബന്ധിച്ച് കഴിപ്പിക്കായിരുന്നു. അപ്പൊ ശരിക്കും രണ്ടാമത്തെ ഡെലിവറിക്കാണ് എനിക്ക് മനസ്സിലായത് ഡെലിവറി ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അതെനിക്ക് ഭയങ്കര തിരിച്ചറിവായിരുന്നു സത്യം പറഞ്ഞാൽ. ഇങ്ങനെ അറിയാത്ത കുറെ പേരുണ്ടാവായിരിക്കും. അപ്പോൾ നിങ്ങൾ നന്നായി ഫുഡൊക്കെ കഴിച്ചോളൂ, അവർ തരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയും തല്ലുകൂടി വാങ്ങിച്ച് ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആവുന്നുണ്ടാവില്ല. നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ തലകറങ്ങി വീഴും, നമ്മൾ ബാത്റൂമിലൊക്കെ പോകുന്ന ടൈമിൽ തലകറങ്ങി വീണ് പോകും. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ചേട്ടനായിരുന്ന കാരണം ഇപ്പോൾ ചേട്ടനെ നിർബന്ധിക്കണ്ടായിരുന്നു, സാറ് പോയി ഫുഡ് കഴിച്ചോളൂ, കാരണം ഇതൊക്കെ കാണേണ്ടതല്ലേ. അങ്ങനെ അത്രയും ഒരു കെയറിങ് ആയിരുന്നു. അങ്ങനെ നമുക്ക് ഫുഡ് തരലും കാര്യങ്ങളും എല്ലാം. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഡെലിവറിക്ക് വേണ്ടി നമ്മൾ മുടി കെട്ടുന്നത് തൊട്ട് ലാസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് നമുക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പാഡ് ചേഞ്ചിങ് വരെ ഈ സ്റ്റാഫുകളാണ് നമുക്ക് ചെയ്തു തരുന്നത്. മദറിൽ അങ്ങനെ ആയിരുന്നില്ല. മദർ നമുക്ക് പ്രസവിക്കുന്നു, ബാത്റൂമിൽ പോയി മൂത്രം വയ്ക്കുന്നു, തിരിച്ചു പോകും, തിരിച്ച് റൂമിൽ അവർ കൊണ്ടാക്കുന്നു. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ലൈക്ക് നമ്മുടെ അമ്മ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്ത് തരും, അങ്ങനെയാണ്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഓക്കെ എന്നെ ആദ്യമായിട്ട് ഒരാളിങ്ങനെ ഇത്രയും പുറത്തുനിന്നുള്ള ഒരാളിങ്ങനെ കെയർ ചെയ്യുന്നത് കാണുന്നത്. അത് നമ്മൾ പ്രസവിക്കാൻ തന്നെ ഞാൻ ഫസ്റ്റത്തെ ഡെലിവറി ട്രോമയിൽ കിടന്നിട്ട് ഞാൻ പറയാണ്, അയ്യോ എനിക്ക് സിസേറിയൻ മതി, എനിക്ക് നോർമൽ വേണ്ട. സിസേറിയന്റെ കാര്യം പറയുമ്പോഴാണ് ഈ പെയിൻ എടുത്ത് ഇവള് കിടക്കുമ്പോ ഡോക്ടർ അടുത്ത് ഞങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു ഞങ്ങൾ സിസേറിയൻ മതി, കാരണം എനിക്ക് ഇവളുടെ വേദന കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമം. ഇവളാണെങ്കിലും എങ്ങനെയും തീർന്നാ മതി എന്നുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ ഞാൻ എന്നെ മുറിച്ചെടുത്ത കുഴപ്പമില്ല, സാരില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞില്ല നിനക്ക് ഇനിയും പിള്ളേര് വേണ്ടതല്ലേ, സിസേറിയൻ ചെയ്ത ആ കോംപ്ലിക്കേഷൻ ഉണ്ടാവും, എന്തിനാ ആദ്യത്തെ കൊച്ചു നോർമലായിട്ട് വന്നല്ലേ, അപ്പൊ രണ്ടാമത്തെ കൊച്ചു എന്തായാലും നോർമൽ തന്നെ വരുള്ളൂ, നീ ട്രൈ ചെയ്ത് ഇത് പറയാനുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കൊച്ചി എനിക്ക് വെയിറ്റ് ഇത്തിരി കൂടുതലായിരുന്നു, 4.2 ആയിരുന്നു. അപ്പോൾ ആ ഒരു കേസ് പറയാണെന്നുണ്ടെങ്കിൽ മദർ ഹോസ്പിറ്റലിൽ നമുക്ക് ഡെലിവറി ചെയ്തതിന് ശേഷമാണ് 4.2 ഉണ്ടെന്ന് അറിഞ്ഞത്, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ ലാസ്റ്റ് മന്ത് എൻ്റെ സ്കാനിങ്ങിൽ 2.9 സംതിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഡെലിവറിക്ക് മുമ്പ് അവർ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഓക്കെ ബേബി ഇത്തിരി വെയിറ്റ് കൂടുതലാണ്, 4.2. അത് ഫോർസെപ്സ് ഇട്ടിട്ടാണ് നമുക്ക് എടുത്തത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടാണ് അഡ്മിറ്റ് ആവുന്നത്, അല്ലാണ്ട് പെയിൻ വന്നിട്ട് അഡ്മിറ്റ് ആയിട്ട് പെട്ടെന്നുള്ള ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അവർക്ക് സ്കാൻ ചെയ്യാൻ ടൈമില്ല എന്ന് പറയാം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബേബിക്ക് ഇത്ര വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഫോഴ്സ് ഡെലിവറിയാണ് ചെയ്യേണ്ടി വന്നതെന്നൊക്കെ നമുക്കറിയുന്നു. കാരണം നമ്മൾ ഡെലിവറിക്ക് എടുക്കുമ്പോൾ അറിയില്ല ഇവരെന്തൊക്കെ ചെയ്യുന്നത്, എവിടെ എന്തൊക്കെ എടുക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. നമുക്ക് ഡെലിവറിക്ക് അഡ്മിറ്റ് ആവുന്ന ടൈമിൽ ഒരു സ്കാനിങ്, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബേബിയുടെ മൂവ്മെൻറ്റ് അറിയാനുള്ള ഫുൾ ഡിവൈസ് നമ്മുടെ മേലുണ്ട്. അപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട്, ഏകദേശം ഒരു വെയിറ്റ് അപ്പോൾ നമുക്ക് 3.6 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 3.7 ആയിരുന്നു. പിന്നെ കുറച്ച് ചേഞ്ച് ഒക്കെ ഉണ്ടായി, 3.6 ആയിരുന്നു സെക്കൻഡ് ബേബി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് 4.2 ഓൾറെഡി നോർമലായ സ്ഥിതിക്ക് ഇത് നോർമലാക്കും. നമ്മൾ ലാസ്റ്റും കിടന്നിട്ട് നമുക്ക് വേണ്ട, നമുക്ക് സിസേറിയൻ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണ പോലെ, നീ അങ്ങനെ പറയുന്നത് ബെഡിൽ കിടക്കുക, ഡോക്ടർ 2 സപ്പോർട്ടിങ് സ്റ്റാഫ്, എന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് ഉണ്ട്, എന്നിട്ട് പറയില്ല നമുക്ക് ട്രൈ ചെയ്യാം, പാമ്പർ ചെയ്ത് പ്രസവിപ്പിക്കാൻ. ശരിക്ക് ലിറ്ററലി അങ്ങനെ തന്നെയായിരുന്നു. അത് ഒരു പ്രാവശ്യം ഒന്നല്ല 2-3 പ്രാവശ്യം സെയിം ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മുടെ അടുത്ത് ഇങ്ങനെ നീയും കുറച്ച് നേരം കൂടി ക്ഷമിക്കും, കുറച്ച് കഴിഞ്ഞ് ശരിയാവും, ഇനി കുറച്ച് ടൈം കൂടെ ഉള്ളൂ. ഇപ്പൊ ഇത്തിരി വേദന സഹിക്കുന്നില്ല നല്ലത്, അല്ലെങ്കിൽ സിസേറിയന്റെ വേദന 1 മാസത്തോളം നിൽക്കുന്നൊക്കെ പറയുന്നത് പ്രശ്നമാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ പാമ്പർ ചെയ്ത് പ്രസവിച്ച ഒരു പ്രസവമായിരുന്നു സെക്കൻഡ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴുള്ള അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഫസ്റ്റേ പറഞ്ഞു എനിക്ക് ഫസ്റ്റ് ഡെലിവറി ഇത്തിരി ട്രോമ പോലെ ആയിരുന്നു, എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, എനിക്ക് എപ്പിഡൂറിലൊക്കെ കാണുന്നു. സെക്കൻഡ് ഡെലിവറിക്ക് എനിക്ക് ഒന്നിൻ്റെ ആവശ്യം വന്നില്ല, ഇവരെ പാമ്പറിംഗിൽ തന്നെ നമ്മള് ഇത് ഞങ്ങള് മറ്റേ എന്നിട്ട് പറയാ എന്തൊരു പാക്കേജ് എടുത്ത നമ്മള്
സ്യൂട്ട്. ഇത് ഞങ്ങൾ സ്യൂട്ട് എടുത്ത കാരണം ഇത്ര കിട്ടിയെന്ന് ബെനിഫിറ്റ് കിട്ടിയെന്നല്ല പറയുന്നത്. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കാണാൻ പോണ സമയത്ത് ചെക്കപ്പ് ഒക്കെ ഇല്ല, എല്ലാ മാസം കൂടുമ്പോൾ ചെക്കപ്പ് ഒക്കെ ഇല്ലേ, ആ സമയത്തും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സിസേറിയൻ മതി. അപ്പോഴും ഡോക്ടർ ഇത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇങ്ങനത്തെ സ്യൂട്ട് പാക്കേജ് എടുത്ത കാരണമല്ല ഇവരിങ്ങനെ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്തും ഇവർ ഈ സ്റ്റാഫും ഈ സപ്പോർട്ട് ടീമും ഒക്കെ എന്താ പറയുക ഭയങ്കര സപ്പോർട്ടീവായിട്ട് തന്നെ. അത് അവർക്ക് അറിയാം ഇത് പറ്റുന്ന അവർക്ക് അറിയുന്ന കാരണം അവർ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ബ്ലഡ് ടെസ്റ്റും ബോഡി എല്ലാ ടെസ്റ്റും ചെയ്യുമ്പോൾ അവർക്ക് അറിയാം എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാലോ, ഹിസ്റ്ററിയും എല്ലാം നോക്കുമ്പോൾ അവർക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഡെലിവറിയിൽ ഈ പറയുമ്പോൾ 3.6 നോർമലായിട്ട് തന്നെ വന്നു, ഫസ്റ്റ് 4.2. അതിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞല്ലോ. ബേബിയുടെ ഹെൽത്ത് കുറച്ചും കൂടി നോക്കിയത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡെലിവറിക്കാണ്. കാരണം ഫസ്റ്റ് ഡെലിവറിക്ക് ഇതേപോലെയുള്ള എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നിക്സും ഉണ്ട് ആ ടൈമിൽ. കാരണം ഇപ്പോൾ വന്ന ഇതൊന്നുമില്ല, സ്കാനിങ് ഒക്കെ നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമല്ലായിരുന്നു. പിന്നെ ഈ സൈമർ ഹോസ്പിറ്റലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ക്ലീനിങ് ചെയ്യണ ചേച്ചിമാർ ഒന്നും വേണം, നമ്മളെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന ചേച്ചിമാർ വരെ പേടിക്കണ്ട കേട്ടോ, ഡെലിവറി കഴിഞ്ഞിട്ട് വരും കേട്ടോ, സുഖമായിട്ട് വരും കേട്ടോ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. ടെൻഷൻ അടിക്കണ്ട, എന്തിനു ടെൻഷൻ അടിക്കണേ അങ്ങനെ ചോദിക്കും നമ്മുടെ അടുത്ത്. നമ്മുടെ ഫേസ് ഒന്ന് മാറുമ്പോഴേക്കും അവിടെയുള്ള സ്റ്റാഫുകൾ വരെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ ടെൻഷൻ അടിക്കണ്ട, പേടിയൊന്നും ഇല്ല, അങ്ങനെയാണ് പറയണത് നമ്മുടെ അടുത്ത്. ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ പറയും ഇന്ന് ഡെലിവറി ഉണ്ടാവില്ലേ, പേടിക്കണ്ടാട്ടാന്ന് പറഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫ് ആ ചേച്ചിമാർ വരെ പോകുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ചേട്ടാ, അപ്പൊ ഞാൻ ചേട്ടനെ കണ്ട ആ ചേച്ചി വരെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. അതായത് ഫുൾ ഹോസ്പിറ്റലില് നമ്മുടെ ഓരോ അമ്മമാരും കെയർ ചെയ്യുന്ന ഒരു ഫീലിംഗാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ വേറെ ഇതുള്ളത് നമ്മുടെ ഫസ്റ്റ് ഡെലിവറിക്ക് കൊച്ചിന്റെ ടെസ്റ്റിങ്ങിനും ഇയർ ടെസ്റ്റും ഐ ടെസ്റ്റും ഒക്കെ നമ്മൾ കൊണ്ട് നടക്കണമായിരുന്നു ഓരോ സ്ഥലത്തേക്ക്. മദർ ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാ രോഗികളുള്ള ഒരു സ്ഥലമാണല്ലോ. ആ ടൈമിൽ നമ്മൾ കൊച്ചിനെയും കൊണ്ട് ഫുൾ, അത് കൊറോണ ടൈം, എല്ലായിടത്തേക്കും പോകണം, എന്നിട്ട് അവിടെ കാത്തിക്കണം, എന്നിട്ട് അവിടുന്ന് എല്ലാ ടെസ്റ്റുകളും വാക്സിനേഷനും ഒക്കെ നമ്മൾ തന്നെ കൊച്ചിനെ കൊണ്ടുപോയി ഒക്കെ ചെയ്യിക്കണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് നമ്മുടെ റൂമിൽ വന്നിട്ട് എല്ലാം ചെയ്തു തരും. അതായത് അതിന്റെ സ്പെഷ്യാലിറ്റി പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും എക്സ്ട്രാ കോസ്റ്റ് ഇല്ല, എല്ലാം സെയിം റേറ്റിലാണ്. പക്ഷെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലില് അതും സെയിം കോസ്റ്റിന് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ്. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇനി പ്രസവിക്കാനായിട്ട് നിൽക്കുന്നവർ, ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഒന്ന് ചാഞ്ചാടി നിൽക്കുന്നവർക്കൊന്ന് ശ്രദ്ധിക്കാം. അതെ, ഇത് ഞങ്ങള് എന്നിട്ട് സൈമറിനെ ഇതെന്താ പറയാ പൊക്കി പറയുന്ന ഓബിയസ്ലി, പക്ഷെ പറഞ്ഞ പോലെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നല്ല. ഏത് പുതിയ ഹോസ്പിറ്റൽ എടുത്താലും ഈ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത പേഴ്സണലി ഞങ്ങൾ പറയുന്ന കേട്ടോ, ഈ മദർ ഹോസ്പിറ്റലൊക്കെ പണ്ടിട്ടുള്ളതാ. അപ്പൊ അവർക്ക് ഈ ചേഞ്ചുകളൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ പേര് തന്നെ നല്ലോണം ഇമ്പ്രൂവ് ആവും. നല്ല പേരുള്ള, അതായത് പണ്ട് ഇവര് മാത്രം ഉണ്ടായിരുന്നില്ല ആ ഏരിയയില്. മദർ ഹോസ്പിറ്റൽ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഫേമസ് തന്നെയായിരുന്നു. അവർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതായത് ഈ കസ്റ്റമർ കെയർ എന്ന് പറയില്ലേ, കസ്റ്റമർ കെയർ നമ്മൾ നല്ലോണം അവരെ ട്രീറ്റ് ചെയ്യുക, അവരെ വലിയ ആൾക്കാർ അവർ കൺസിഡർ ചെയ്യുന്നത്. ഒബ്വിയസ്ലി അവരുടെ റിലേറ്റീവ്സ്, അവരുടെ ഫ്രണ്ട്സൊക്കെ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരുള്ളൂ. അവരിത് ചെയ്യാത്തത് എന്താന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഈ ടെക്നോളജി, ഏതെങ്കിലും ഒരു നല്ല ഇന്റർനാഷണൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് ഇതൊക്കെ പണ്ടേ കൊണ്ടുവന്നുണ്ടോ. പക്ഷെ എന്തുകൊണ്ട് അവർ ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യാത്തത് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കാരണം രണ്ടും തമ്മിലുള്ള ഈ ഭയങ്കരമായ ഡിഫറൻസ് കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തോട്ട് തന്നെ വന്നത്. ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ ഓക്കെ ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു, പക്ഷെ ഇത് വീഡിയോ ചെയ്യണ അത്രയും എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ ആകെ അതിന്റെ ഒരു 5% 10% മാത്രം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് എന്തോരം പറഞ്ഞാലും അത് തീരില്ല. അതുപോലെ നല്ല ഡിഫറൻസാ. അത് ഞാനിപ്പോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞപ്പോൾ ഈ ട്രോമ കാരണം ഞാൻ ഈ രണ്ടാമത്തെ പ്രസവിക്കണോ എന്ന് ആലോചിച്ചു. പക്ഷെ സെക്കൻഡ് പ്രസവം കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലി ഇനി ഒരു 3-4 കൂടി ആവാം എന്നുള്ള മൈൻഡിലാണ്. ഇവളുടെ പ്രശ്നം മാത്രമല്ല, ഇവളുടെ കസിൻസിന്റെയും എക്സ്പീരിയൻസ് കേട്ടപ്പോ, സെയിം ഹോസ്പിറ്റലിൽ കേട്ടപ്പോ അത് ഭയങ്കരമായിരുന്നു. ഇവളെക്കാട്ടും ഡിഫറെന്റ് ആയിരുന്നു വേറെ ആൾക്കാർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇല്ല നിർത്തി, ഞങ്ങൾക്ക് വേണ്ട ഒരെണ്ണത്തിൽ തന്നെ ഞങ്ങൾ നിർത്താം, അങ്ങനെയൊക്കെ പറഞ്ഞ ഡയലോഗ്. അപ്പൊ എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഇനിയും നോർമലായിട്ട് തന്നെ പ്രസവിക്കാൻ ഇതേപോലെ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ. പിന്നെ ലാസ്റ്റ് ഒരു ചെറിയൊരു ഫുഡ്, അതെ എത്ര നല്ലതായാലും ചെറിയൊരു നെഗറ്റീവ് എവിടെയെങ്കിലും കാണുന്നു. ഫുഡ് ഞങ്ങൾക്ക് ഓക്കെ ഇഷ്ടമായിരുന്നു, പറഞ്ഞില്ല അത്ര ഭയങ്കര ഒരു
അതായത് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു, ഫുഡ് മാത്രം, ഫുഡിന്റെ ആ ഒരു സെക്ഷൻ കുറച്ച്. അത് ഞങ്ങള് സൊമാറ്റോ സ്വിഗ്ഗി കാരണം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ ഞങ്ങൾ. നമ്മൾ ഫുഡ് കഴിക്കാനല്ലോ പോയത്, നമ്മള് കൊച്ചിനെ കൊണ്ടാണല്ലോ പോയത്, അതുകൊണ്ട് പക്ഷെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഫുഡ് ആൾക്ക് ഫുഡ് അടിക്കുന്നല്ലോ. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സെക്കൻഡ് പ്രഗ്നൻസിന്റെ ഇത് ഫുൾ കാര്യങ്ങളൊക്കെ ഈ സൈമർ ഹോസ്പിറ്റലുകാരെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് സമാധാനം, സാറ്റിസ്ഫാക്ഷൻ, എന്തൊക്കെ വാക്കുകളുണ്ടോ, പ്രസവിച്ചു, ഇഷ്ടപ്പെട്ട് പ്രസവിക്കുന്ന പറയില്ലേ, സുഖപ്രസവം. അങ്ങനെ ചോദിക്കുമ്പോ ഇത് നല്ല, അപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്ത് പ്രസവം കഴിഞ്ഞ പക്ഷേ നല്ല സുഖപ്രസവമായിരുന്നു എന്ന് പറഞ്ഞു. സോ പെയിൻ ഇല്ലാണ്ടിരിക്കാനുള്ള ഒന്നുമല്ല ചെയ്യാം, നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് കാണിച്ച ഒരു മെന്റലി ഭയങ്കര കൂളായിരുന്നു നമ്മള്. അതായത് പ്രസവം കഴിഞ്ഞിട്ട്, അതായത് ഫസ്റ്റത്തെ പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ 1 മാസം വരെ എനിക്ക് ട്രോമ, ചേട്ടനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു, ഈ മനുഷ്യന്മാരുടെ പ്രസവിച്ച ആ ഒരു ഭയന്നായിരുന്നു. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് ചേട്ടനെ കാണുമ്പോൾ തന്നെ ഞാൻ ചിരിച്ച്, പ്രസവിച്ചു നല്ല കൊച്ച്, അങ്ങനെ. അത് നമ്മുടെ ഭയങ്കര ഡിഫറൻസ് അത് എനിക്കും പേഴ്സണലായിട്ട് തോന്നി. പിന്നെ ഒരു കാര്യം, സ്യൂട്ട് എടുത്തതിന്റെ ഒരു ഉപകാരം തോന്നിയത്, ബാക്കി നമ്മുടെ കസിൻസിന് എല്ലാവരും പുറത്ത് ഇങ്ങനെ ഇരുന്ന്, ഇപ്പൊ പാരന്റ്സിനായാലും പുറത്തിരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത്, അയ്യോ ഇത് എപ്പാവും അങ്ങനെ ടെൻഷൻ ആയിരുന്നില്ല. ചേട്ടൻ വിളിച്ചു പറയും ഓക്കെ കഴിഞ്ഞു ഇനി പോരാം, അപ്പൊ അതുവരെ റൂമിൽ അവർക്ക് ഇരിക്കാം, അങ്ങനത്തെ ഒരു ഇത് ഒരു നല്ല ഓപ്ഷൻ ആയിരുന്നു. മദർ ഹോസ്പിറ്റലായാലും ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വരുമ്പോൾ അവർക്ക് ഇരിക്കാനും പുറത്ത് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതാണെങ്കിൽ സെപ്പറേറ്റ് ഇരിക്കാനുള്ള സെക്ഷനും എല്ലാം ഉണ്ട്. നല്ല നല്ല എന്താ പറയാ സൗകര്യം എന്ന് പറയാ, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലാണ്. അതിന്റേതായ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ ഇത് വേറെ ഹോസ്പിറ്റലുകാർക്കും ഈ സെയിം ഫീച്ചേഴ്സും കൊണ്ടുവരാം, സെയിം പോളിസി, സെയിം ഇംപ്ലിമെന്റേഷനും കൊണ്ടുവരാം. കാരണം ഇത് പ്രത്യേകിച്ചും ചെയ്യാനൊന്നുമില്ല. ഇത് എങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു, അതായത് നമ്മൾ ഓബിയസ്ലി പൈസ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല, നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടല്ലോ, അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തു തരണം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത, ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, പറ്റായൊന്നുമില്ല. പക്ഷെ അവർ നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ അത് ഭയങ്കര ഡിഫറൻസാണ്. കാരണം ആ ഒരു ടൈം എല്ലാവർക്കും അറിയാലോ, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടൈം മെന്റൽ സ്റ്റേറ്റ്. ഞങ്ങൾക്ക് നല്ല കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ നീങ്ങി. ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്റ്റേറ്റ് ഒക്കെ വരാറുണ്ട്. ആ സമയത്ത് അവിടുത്തെ സ്റ്റാഫും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണെങ്കിൽ അത് നമുക്കൊരു എന്താ പറയുക, നമ്മുടെ പ്രഷർ, നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റി ഒക്കെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഞങ്ങൾക്ക് ഈ സൈമർ ഹോസ്പിറ്റൽ കാരണം ഭയങ്കര ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പറയാൻ തന്നെ കാരണം, ഇനിയും ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഇനി അയ്യോ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഡെലിവറി, ചെറിയൊരു ഡൗട്ടിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അടുത്ത കൊച്ചിനെ നോക്കണോ എന്നൊക്കെ ഉള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ഞാൻ പറയുന്നു. ഇങ്ങനത്തെ ഹോസ്പിറ്റൽസിൽ പോവുക, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാണ്ട് നിങ്ങൾ ഒരുപാട് കെയർ ചെയ്ത് നിങ്ങളെ നല്ല രീതിയിൽ പ്രസവിപ്പിക്കും. നമ്മള് കുറച്ച് വേദനയൊക്കെ സഹിച്ചത് അഡ്ജസ്റ്റ് ചെയ്താൽ വേദന മാറാൻ പോകില്ലേ, പക്ഷെ അത് നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ട് വേദനയ്ക്ക് അത്ര വേദന ഉണ്ടാവില്ല. ഫിസിക്കലി ഉള്ള എല്ലാ സ്ട്രഗിളും എല്ലാത്തിനും ഉണ്ടായിരിക്കും, അത് എവിടെ പോയാലും ഉണ്ടാവും. പക്ഷെ മെന്റലി ഉള്ള കെയർ കുറച്ച് അഡ്വാൻസ്ഡ് ആയിരുന്നു ഇങ്ങനത്തെ ഹോസ്പിറ്റൽസിൽ. സോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ആയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ, നിങ്ങളെ ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസ് വേറെ ആൾക്കാർ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുറെ ഫാമിലി കപ്പിൾസ് ഒക്കെ ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അവര് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഫാമിലീസിന്, അങ്ങനത്തെ കപ്പിൾസിന് നിങ്ങൾ ഈ വീഡിയോ പറ്റിയെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇത് ഷെയർ ചെയ്തിരിക്കണം. അപ്പൊ എല്ലാവർക്കും ഒരു ഹെൽപ്പ് ആയിരിക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ്. പിന്നെ അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യും. അപ്പൊ ഞാൻ അയ്യോ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയാലോ. സോ ഇനി അടുത്ത വീഡിയോ കമ്മിങ് സൂൺ. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ബൈ. ബൈ.